എനിക്ക് 10th ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നില്ല, ഫുൾ A1 ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലായിരുന്നു എൻ്റെ ഫുൾ എ പ്ലസിൽ പോയത്. എനിക്ക് A2 ആയിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. നമുക്ക് ലൈഫ് അവസാനിച്ച പോലെ ഒരു തോന്നലായിരുന്നു. കാരണം അന്നത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ച് 10ാം ക്ലാസ്സിൽ ഫുൾ A1 കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അപ്പം അന്ന് അവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇനി എൻ്റെ ലൈഫ് ഹോപ്പ്ലെസ് ആണ്, 10ൽ എനിക്ക് ഫുൾ A1 കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിന്ന എന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ 10ൽ A1 കിട്ടാത്തതാണ് പിന്നീട് അങ്ങോട്ട് ഇനി ഇങ്ങനെ ഒരു തോൽവി അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ഇരുന്ന് കരയേണ്ടി വരരുത് എന്നുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടാനും എൻ്റെ ലൈഫിൽ ഞാൻ കുറേ ചേഞ്ചസ് വരുത്താനും പിന്നീട് എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിൽ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആ 10ാം ക്ലാസ്സിൽ ഞാൻ വിചാരിച്ചൊരു വിജയം എനിക്ക് കിട്ടാതെ പോയതാണ്. ഞാൻ കുഞ്ഞുകുട്ടിയാകുമ്പോൾ എൻ്റെ ഗ്രാൻഡ്പ എനിക്ക് ഫ്രൈഡേസിൽ ഈ ബാലരമ ബാലഭൂമി പോലത്തെ ചിൽഡ്രൻസ് മാഗസീൻസ് ഒക്കെ വാങ്ങി വരുമായിരുന്നു. അതിങ്ങനെ ആർത്തിയോടെ വരുമ്പോൾ തന്നെ ഫ്രൈഡേ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, കാരണം അന്നാണ് എല്ലാ മാഗസീൻസും വരാം. അപ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും വായിക്കണം. ഞാൻ സ്കൂളിലേക്ക് സ്നീക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ നിന്ന് വായിച്ച് തീർക്കാൻ നോക്കും. ചിലപ്പോൾ പിടിച്ച് ടീച്ചർ അതൊക്കെ എഴുതി കൊണ്ടുപോകും. പക്ഷെ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുന്ന മാഗസീൻസ് വായിക്കുക, ചിൽഡ്രൻസ് മാഗസീൻസ് വായിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ മുത്തച്ഛൻ, എൻ്റെ അമ്മയുടെ അച്ഛനാണ് എനിക്കിതെല്ലാം വാങ്ങിത്തരുക. അപ്പോൾ എൻ്റെ അമ്മമ്മ ചോദിക്കും, നിങ്ങൾ ഈ ബുക്കിൽ പൈസ കളയുന്ന നേരം ആ കുട്ടിക്ക് വല്ല സ്വർണ്ണം വാങ്ങി വെച്ചുകൂടെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങി കൊടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പൈസ ഒരിക്കലും സ്വർണ്ണം വാങ്ങാനോ ബുക്ക് വാങ്ങാനോ ഒന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് പുസ്തകങ്ങളായിരിക്കും. കാരണം ലോങ് ടേമിൽ ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത സ്വർണ്ണത്തിനേക്കാൾ കൂടുതൽ അവൾക്ക് ഉപകരിക്കാം ഞാൻ ഇന്ന് വാങ്ങിക്കൊടുത്ത പുസ്തകങ്ങളായിരിക്കും എന്ന് എൻ്റെ മുത്തച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അത് വളരെ സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് അത് ശരിക്കും സത്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അവർ വാങ്ങി വെച്ച സ്വർണ്ണമോ പൈസയോ ഒന്നും അല്ല എനിക്ക് എൻ്റെ ലൈഫിൽ ഉപകരിച്ചത്. അന്ന് എനിക്ക് കിട്ടിയ വായനാശീലം, ആ ഇരുന്ന് വായിക്കാനും അത് കോംപ്രിഹെൻഡ് ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള കഴിവാണ് എന്നെ ലൈഫിൽ ഓരോ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിലും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ഇപ്പം 4 അറ്റംപ്റ്റ് എടുത്തു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ വട്ടവും തോറ്റു പോകുമ്പോഴും ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. റീഡിങ് അല്ലെങ്കിൽ വായന എന്നുള്ളൊരു ശീലമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് പലപ്പോഴും വലിയ വലിയ ഫയലുകൾ വരും, ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഗ്രാസ്പ് ചെയ്തെന്നുള്ള തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോഴും ആ ഇരുന്ന് വായിക്കുക, എന്ത് കണ്ടാലും വായിക്കുക എന്നുള്ള ആ ഒരു ശീലമുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോഴും എന്ത് കിട്ടിയാലും വായിക്കാനും അത് എത്ര ബോറിംഗ് ആയിട്ടുള്ള ഫയലാണെങ്കിലും അത് വായിച്ച് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ എനിക്ക് ഉണ്ടായത് ഈ കുട്ടിക്കാലം തൊട്ടുള്ള വായന അതുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഒരു സ്റ്റേജിലും ചിന്തിക്കരുത് ഇപ്പം IAS കിട്ടിയാലും നമ്മുടെ ലൈഫിലെല്ലാം നേടിയെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ നല്ലൊരു സബ് കളക്ടറോ നല്ലൊരു കളക്ടറോ നല്ലൊരു ഓഫീസറോ ആയി ആ റാങ്കും എൻ്റെ ആ അറിവും സൊസൈറ്റിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് IAS കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു റാങ്ക് കിട്ടി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ വിജയവും നമുക്ക് കിട്ടുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സ് ആയി കാണാതെ അതൊരു ലാർജർ പിക്ചറിലേക്കുള്ള ഒരു ലാർജർ ഗോളിലേക്കുള്ള നമ്മളെ റെഡിയാക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ കാണാം. ഇഷ്ടായി നല്ല ടേസ്റ്റ്. ഞാൻ എൻ്റെ കാര്യം ചോദിച്ചോ? പങ്കുവെക്കൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്.